ഐങ്കലം ഫിഷ് ഫാമിൽ ഇവിടെ സോളാർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ സോളാറിൻ്റെ വിശേഷങ്ങളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ കണ്ടില്ലേ മീൻകുളം. ഈ മീൻകുളത്തിലൊക്കെ ഇപ്പോൾ വെള്ളം ഇങ്ങനെ വേനൽക്കാലമായി തുടങ്ങുന്നതിൻ്റെ ആ തുടക്കത്തിൽ തന്നെ വെള്ളം ഇങ്ങനെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മീനുകളും കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ഇങ്ങനെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് മീനുകൾക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ ഡിസംബർ ജനുവരി സമയത്ത് ഈ മഞ്ഞിൻ്റെ ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ചില മീനുകൾ മുകളിലൊക്കെ ഇങ്ങനെ പൊങ്ങി കിടക്കാറുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ വെള്ളം ഒന്ന് മാറ്റിയിട്ട് പുതിയ വെള്ളം ആഡ് ചെയ്യുക. അതായത് വെള്ളം മാറ്റി വെച്ചാൽ ഇതിൽ നിന്ന് വെള്ളം വേറെ സ്ഥലത്തേക്ക് പമ്പ് ചെയ്യും. അതായത് ഈ കൃഷിയിടങ്ങൾക്കൊക്കെ പമ്പ് ചെയ്യും. തൊട്ടടുത്ത് തന്നെ കായലൊക്കെ ഉണ്ടെന്ന് വേണമെങ്കിൽ കായലിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളം ഇങ്ങോട്ട് തിരിച്ച് ഇതാക്കുക. അല്ലെങ്കിൽ തൊട്ടടുത്ത് കുളത്തുനിന്ന് ഇങ്ങോട്ട് വെള്ളം പമ്പ് ചെയ്യുക. അങ്ങനത്തെ ഇതൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ ഈ കാണുന്നത് സോളാർ പാനലാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പാനൽ ഏതാണ്, ഇതിൻ്റെ പമ്പ് ഏതാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ് എത്ര വരുന്നുണ്ട്, എത്ര ദൂരം വരെ പമ്പ് ചെയ്യുന്നുണ്ട്, ഈ കാഴ്ചകളും വിശേഷമൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. പാനൽ ഇരിക്കുന്നുണ്ടല്ലേ, ഇവിടെ ഒന്നും മരങ്ങളില്ലാത്തതുകൊണ്ട് നല്ല വെയിലായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 2:30-3 മണിൻ്റെ ഇടയിലുള്ള സമയമാണ് ഉച്ചയ്ക്ക്. പാനൽ അവിടെ തന്നെ ഇരിക്കുന്നത്, പമ്പ് ഇവിടെ ഇരിക്കുന്നത്. പമ്പ് ഇരിക്കുന്നിടത്ത് നിന്ന് നേരിട്ട് എന്ത് ചെയ്യാണ് പൈപ്പ് പോയിട്ടുള്ളത്. ഇതാ ഇങ്ങനെയാണ് പൈപ്പ് പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ കൃഷി കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. കുരുമുളകുണ്ട്, അതുപോലെ തന്നെ ചെറുനാരങ്ങൊക്കെ നിൽക്കണേണ്ടില്ലേ, ചെറുനാരങ്ങ ഉണ്ട്. അതായത് മീൻകുളത്തിൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നല്ല റിസൾട്ട് തന്നെയാണ് ഉള്ളത്. കാരണം മീൻകുളത്തു നിന്നുള്ള വെള്ളം ഈ ചെടിക്കൊക്കെ ആവശ്യമായിട്ടുള്ള നല്ല സംഭവങ്ങളുണ്ട് കേട്ടോ. ഇവിടൊക്കെ നിൽക്കണതൊക്കെ ഓരോ ഐറ്റം മരങ്ങൾ കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ മുള്ളഞ്ചക്ക ഉണ്ടല്ലോ, ഈ സംഭവമാണ് ഇവിടെ ഉള്ളത്. പിന്നെ ചെറുനാരങ്ങ ഇതിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ ചെറുനാരങ്ങ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഈ പൈപ്പ് വന്നുള്ളത് ഇങ്ങോട്ടോട്ടെ പൈപ്പ് വന്നുള്ളത്. അപ്പോൾ ആ പൈപ്പിന് പിന്നാലെ നമ്മൾ പോകണം. അത്രയും ലെങ്ത്ത് നിന്നാണ് വരുന്നത് കേട്ടോ. അവിടുന്ന് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ വരികയാണ്. ഇതിൽ കൂടെ വന്നിട്ട് ഇവിടെയാണ് നനക്കണത്. അത്രയും ലെങ്ത്ത് നിന്ന് വരുന്ന വെള്ളമാട്ടോ. കണ്ടില്ലേ, സോളാറിലാണ് ഈ സംഭവം വർക്ക് ചെയ്യണത്. ഈ വെള്ളത്തിൻ്റെ കളർ കണ്ടില്ല, മീൻകുളത്തുനിന്ന് വരുന്ന വെള്ളമാട്ടോ. അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് ആവശ്യമുള്ളതിനൊക്കെ നനച്ചു കൊടുക്കുന്നത്. ഇനി ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ലെങ്ത്തിലേക്കായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇതൊക്കെ രാവിലെ കൊണ്ട് ഓണാക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാറ്റിനും നനക്കാനുള്ള സംഭവം ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് പിന്നെ വേറെ ചിലവൊന്നുമില്ല. നമ്മൾ ഫസ്റ്റ് ടൈം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ മാത്രമേ ഉള്ളത്. പാനലും അതുപോലെ തന്നെ മോട്ടറും നേരിട്ട് നമ്മൾ ഇൻവേർട്ടർ കാര്യങ്ങളൊന്നുമില്ല. നേരിട്ട് പാനലിൽ നേരിട്ട് മോട്ടറിലേക്കാണ് പോകുന്നത്. അപ്പോൾ സൂര്യപ്രകാശമുള്ള സമയത്തൊക്കെ നല്ല രീതിയിൽ വെള്ളം കിട്ടും. കറണ്ടിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ. കറണ്ടൊക്കെ ആണെങ്കിൽ ഇതിങ്ങനെ നനക്കണമെന്നുണ്ടെങ്കിൽ നല്ല കറണ്ട് ബില്ല് കാര്യങ്ങളൊക്കെ വരും. ഇത് 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലാണ് ഇപ്പോൾ ഇതിനൊക്കെ നനച്ചുകൊണ്ടിരിക്കുന്നത്. കവുങ്ങിൽ കുരുമുളക് ഇട്ടിട്ടുണ്ട് ഇവിടെ. ഇപ്പോൾ നമ്മൾ സോളാർ ഇവിടെ കണക്ട് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ. ഇനി പൈപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ലൈൻ വലിക്കാനുണ്ട്. ഇപ്പോൾ നിലവിൽ ഇങ്ങനത്തെ പൈപ്പ് പിടിച്ചിട്ടാണ് നനച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് ഏകദേശം 2 ഇഞ്ചിൻ്റെ ഔട്ടർ വരുന്ന മോട്ടറാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 10 മീറ്റർ ഹെഡാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. ഇതൊക്കെ നമ്മൾ വാങ്ങിയ സമയത്ത് ആ കമ്പനിയിൽ നിന്ന് അവർ പറഞ്ഞ ഇൻഫർമേഷനാണ് കേട്ടോ. 10 മീറ്റർ ഹൈറ്റ് വരെ ഇത് കിട്ടുമെന്നാണ് പറഞ്ഞത് ഹെഡ്. അതുപോലെ തന്നെ മണിക്കൂറിൽ 10,000 ലിറ്റർ വെള്ളം കിട്ടും. മണിക്കൂറിൽ 10,000 ലിറ്റർ വെള്ളം ഈ പമ്പ് പുറന്തള്ളും. അങ്ങനെയാണ് ഇവർ പറഞ്ഞത് കേട്ടോ. ഇത് വെച്ചതിന് ശേഷം നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് ഈ കാര്യത്തിൽ. രാവിലെ ഓണാക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സ്പ്രിംഗ്ലറൊക്കെ ഉണ്ടെങ്കിൽ സ്പ്രിംഗ്ലറിനാണ് കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് വാൾവ് തിരിച്ചാണ് ഇട്ട് കൊടുത്താൽ മതി. വൈകുന്നേരം വന്ന് വേണമെങ്കിൽ ഓഫ് ചെയ്താൽ മതി. കാരണം അത്രയും വെള്ളം ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആവശ്യത്തിന് ഇങ്ങനെ മാറ്റി വെച്ചിടണം. ഇപ്പോൾ ഒരാൾ നിന്ന് മാറ്റി വെച്ചിടണം. സ്പ്രിംഗ്ലർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. സ്പ്രിംഗ്ലർ കാര്യങ്ങൾ നിലവിൽ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിന് ഇനി ഇത് കണക്ട് ചെയ്യാനുള്ള ബാക്കി പരിപാടികളുണ്ട്. കാരണം നേരത്തെ ഇതിനുണ്ടായിരുന്ന പൈപ്പ് വേറെ ആയിരുന്നു. കാരണം 2 ഇഞ്ചിൻ്റെ പൈപ്പല്ല, സ്പ്രിംഗ്ലർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് താഴെ നിന്നുള്ള PVC പൈപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് കണക്ഷനൊക്കെ ഒന്ന് മാറ്റി സെറ്റാക്കാനുണ്ട്. അത്യാവശ്യം വലിപ്പമുണ്ടല്ലേ. പാനാസോണിക്കിൻ്റെ ഹാഫ് കട്ട് മോണോപർക്ക് പാനലാട്ടത്. ഏകദേശം 450 വാട്ട്സ് ആയിട്ടാണ് ഇത് വരുന്നത്.
ഈ പാനൽ നമുക്ക് വീട്ടിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററിയിലൊക്കെ ചാർജ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ വേനൽക്കാലത്ത് ഈ സമയത്ത് നമ്മൾ കൃഷിയിടത്തിൽ അത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ വർഷക്കാലത്ത് നമുക്ക് പമ്പ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല, കൃഷിയിടത്തേക്ക് വെള്ളം എത്തിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് വേണമെങ്കിൽ ഇത് ഇവിടുന്ന് മൂവ് ചെയ്തൊരു വീട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അവിടെ ബാറ്ററി കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യാൻ അങ്ങനത്തെ രീതിയിൽ കണക്ഷൻ മാറ്റാനും പറ്റും. പിന്നെ സിമ്പിളായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ, ഒറ്റ പാനലല്ലേ ഉള്ളൂ, നമുക്ക് എപ്പോൾ വേണമെങ്കിൽ എടുത്ത് കൊണ്ടുപോകാം. പിന്നെ നമ്മൾ തന്നെ ഇവിടുന്ന് വെച്ചിട്ട് ഫ്രെയിം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇവിടുന്ന് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം എന്നുണ്ടെങ്കിൽ ഓരോ ഏരിയക്ക് ഇത് മാറ്റാൻ പറ്റും. പിന്നെ ഇതിൽ നിലവിൽ ബാറ്ററിയോ കാര്യങ്ങളൊന്നുമില്ല, ഡയറക്റ്റ് ഇവിടെ ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, ഓണും ഓഫും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഓണാക്കുക, ആവശ്യമില്ലാത്ത സമയത്ത് ഓഫാക്കുക കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പോൾ അതെല്ലാം ഡയറക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും സൂര്യപ്രകാശം വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഡയറക്റ്റ് ഇത് ഓട്ടോമാറ്റിക്കലി ഓൺ ആവുകയും ചെയ്യും. ഇതൊന്ന് വൈകിട്ടാവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇത് ഓഫ് ആവുന്ന ആ ഒരു സിസ്റ്റത്തിലേക്ക് മാറാനും ചാൻസ് ഉണ്ട്. എങ്ങനെയല്ല അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവത്തിന്. പിന്നെ പാട ഏരിയ ആയതുകൊണ്ട് കിളികളും കാര്യങ്ങളൊക്കെ വന്നിരുന്നിട്ടുള്ള ഒരു ചെറിയ അഴുക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ തന്നെ ഇടയ്ക്ക് ഇതൊന്നും ഇങ്ങനെ തുടച്ചെടുത്ത് വൃത്തിയാക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഇപ്പോൾ നിലവിൽ ഇതിന് മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മോട്ടർ വേണമെങ്കിൽ ഇതിന് ഏത് വേണമെങ്കിൽ സൂട്ടബിൾ ആണെന്ന് കേട്ടോ പറഞ്ഞത്. പിന്നെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഔട്ട് വരുന്ന സംഭവം വെച്ചിട്ടെടുത്താൽ മതി. ഓരോരുത്തർക്കും ഓരോ പർപ്പസ് ആവില്ല, അതിനനുസരിച്ചുള്ളത് നോക്കിയെടുത്താൽ മതി. അപ്പോൾ ഓരോന്നിനും ഓരോ റേറ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്, പാനലിനാണെന്നുണ്ടെങ്കിലും മോട്ടറിനാണെന്നുണ്ടെങ്കിലും ഒക്കെ കേട്ടോ. കൂടുതൽ കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. പുതിയതായിട്ട് ഇവിടെ വെച്ചിട്ടുള്ള കവുങ്ങും തൈകളാണിത്. അപ്പോൾ ഇതിനൊക്കെ നനക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം കൂടിയതുള്ളൂ. അപ്പോൾ ഏറ്റവും നല്ല വളക്കൂറുള്ള വെള്ളം തന്നെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ മീൻകുളത്തിലുള്ള വെള്ളം കേട്ടോ. അപ്പോൾ ആ വെള്ളം നമുക്ക് കൃഷിക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ട് കയറ്റി കൊടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഒരു കറണ്ട് ബില്ലാവാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് സംഭവം ഹാൻഡിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു സോളാർ പാനൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കും. ഏകദേശം ഒരു 30 to 35 ഇടയിൽ വരുന്ന പ്രൈസിങ് ആണ് ഇതിന് വന്നിട്ടുള്ളത്. ഈ പാനലും അതുപോലെ തന്നെ പമ്പ്, പിന്നെ ഇതിൻ്റെ വയറ്, അതിൻ്റെ സ്വിച്ച്, ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ കൂടിയിട്ടാണ് ടോട്ടലായിട്ട് വന്നിട്ടുള്ളത്. ആ ഒരു കോസ്റ്റാണ് ഏകദേശം വന്നിട്ടുള്ളത്. സമയം ഇപ്പോൾ വൈകിട്ട് ഏകദേശം ഒരു 4 മണിയോട് അടുത്തായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഫോഴ്സ് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ 2 ഇഞ്ച് ഔട്ട് വരുന്ന മോട്ടറാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ആ മോട്ടറിന് പിന്നീട് വരുന്ന പൈപ്പിൽ നിന്ന് വേറെ റെഡ്യൂസർ കൊടുത്തിട്ട് 1.5 ഇഞ്ച് പൈപ്പ് ഉണ്ട്, അതാണ് ഈ കാണുന്നത് 1.5 ഇഞ്ച് പൈപ്പ്. അതിലൂടെയാണ് ഇപ്പോൾ വരുന്നത്. അത്യാവശ്യം ലെങ്ത് ആയിട്ട് ഈ പൈപ്പ് അത്യാവശ്യം നല്ല നീളത്തിലായിട്ടാണ് വരുന്നത്. ആ ഭാഗത്തു നിന്നാണ് മോട്ടറൊക്കെ ഇരിക്കുന്നത്, അവിടെ നിന്നാണ് ഈ പൈപ്പ് വരുന്നത്. ഈ സമയത്തും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഒന്ന് പുറത്തേക്ക് ഇങ്ങോട്ടൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിലൊക്കെ ഒന്ന് ഏകദേശമൊക്കെ ഒന്ന് മങ്ങി തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ട്. പക്ഷെ വെയിലുണ്ട് എങ്കിലും നമ്മൾ വന്ന സമയത്തുള്ള ആ വെയിലോ കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഫോഴ്സ് കുറച്ച് കുറവാണ്. ഞാൻ ഏകദേശം ഒരു 6 അടി ഹൈറ്റ് ഉണ്ട്. നമ്മൾ ഈ പൈപ്പ് ഒന്ന് പൊക്കി നോക്കട്ടെ. സെക്കൻഡ് 6 അടിക്ക് മുകളിൽ ഈ പൈപ്പ് പൊക്കുന്ന സമയത്ത് വെള്ളം വരുന്നുണ്ട്. പിന്നെ ഓൾറെഡി ഈ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനും താഴ്ചയെന്നാണ്. നമ്മളിപ്പോൾ കരയിലല്ല നിൽക്കുന്നത്. വെറുതെ ഒന്ന് പൊക്കി നോക്കിയേക്കാം. വെള്ളം പൈപ്പിൽ കൂടി തിരിച്ച് ഒലിച്ചിറങ്ങിയിട്ട് ബേക്കിൽ വരുന്നുണ്ട്. കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം ഹൈറ്റിൽ ഈ സംഭവം ഈ വൈകിട്ടിപ്പോൾ 4 മണി സമയത്തിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വെള്ളം വരുന്നുണ്ട്. മീൻകുളത്തു നിന്ന് വരുന്ന വെള്ളമാണ്. ഇതിന് സ്മെല്ലോ കാര്യങ്ങളൊന്നുമില്ല, കളറിലുള്ള ചെറിയൊരു വ്യത്യാസമുള്ളൂ. കാരണം ഓപ്പൺ ടാങ്ക് അല്ലേ, അപ്പോൾ ഈ വെയിലിലേക്ക് കൊണ്ടിട്ട് ആൽഗെ ഫോം ചെയ്തിട്ടുണ്ടാവും. പിന്നെ മീനുകളുടെ കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ ഉണ്ടാവും, വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എങ്ങനെയായാലും നല്ല വളക്കൂറുള്ള വെള്ളം തന്നെ ആയിരിക്കും ഇതെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങൾക്കായിട്ട് വീണ്ടും കാണാം. ബൈ.